ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, നമ്മൾ കിബ്ഹോയിലെ സെഗദാശ്യ ഈശോയെ കണ്ടുമുട്ടിയതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് 5ാം ഭാഗമാണ്. ഇന്നത്തെ പങ്കുവെക്കലിൽ സെഗദാശ്യ എന്ന് പറയുന്ന ഈ ദർശകൻ, ഈ പയ്യൻ ഈശോയെ എങ്ങനെയാണ് കണ്ടുമുട്ടിയതെന്നാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, ഈ റുവാണ്ട, കിബ്ഹോ വളരെയധികം പ്രശസ്തമായി തീർന്നു ഈ ഭൂപടത്തിൽ. കാരണം എല്ലാവരും ഈ പരിശുദ്ധ അമ്മ കാണപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടി വരികയാണ്. അതിനുശേഷം റുവാണ്ടയുടെ പ്രസിഡന്റ് ജുവനൽ ഹബീരാമിന ഹെലികോപ്റ്ററിൽ കിബ്ഹോ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ വന്നിറങ്ങി. പിന്നീട് അറിഞ്ഞു പ്രസിഡന്റ് സെഗദാശ്യയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഒരു കാട്ടുജാതിക്കാരനോട് രാജ്യത്തെ ഏറ്റവും വലിയ അധികാരമുള്ള ഒരാൾ സംസാരിക്കുകയാണ്. ഇങ്ങനെ ദർശകരുടെ ഈ ബഹളം കാരണം ഈ റുവാണ്ട, കിബ്ഹോ ഒരു സർക്കസ് ഗ്രൗണ്ട് പോലെയായി എന്നാണ് പറയുന്നത്. നമുക്ക് ചിന്തിക്കാവുന്നതിനേക്കാളും അധികം ജനങ്ങൾ വന്നു തുടങ്ങി. പ്രസിഡന്റ് വന്ന് സന്ദർശിച്ചതോടെ എല്ലാം കുഴഞ്ഞു പോകുമെന്നുള്ള മട്ടിലായി. കാരണം പിന്നീട് അതിൽ രാഷ്ട്രീയ ഇടപെടലുകൾ വരും. അങ്ങനെ ഈ ഇമാക്കുലി എപ്പോഴും ചോദിക്കും, എനിക്കും പോണം ഈ സെഗദാശ്യയെ കാണാൻ. അപ്പോൾ ഡാഡി പറയും, ഇപ്പോൾ കൂടുതൽ പുലിവാലായിരിക്കുകയാണ്, വളരെയേറെ ആളുകൾ വന്നതുകൊണ്ട് അങ്ങോട്ട് കടക്കാനേ പറ്റില്ല എന്ന്. അമ്മയും സഹോദരന്മാരും എല്ലാവരും എതിർത്തു ഈ ഇമാക്കുലിയുടെ അവിടേക്കുള്ള പോക്ക്. എന്നിട്ട് ഡാഡി പറഞ്ഞു, നിനക്ക് 18 വയസ്സാവട്ടെ, അപ്പം പോകാം. ഇത് നടക്കുമോ എന്ന് അവൾക്ക് അറിയില്ല. അതുകൊണ്ട് അവൾ എന്ത് ചെയ്തു, ഇതുപോലെ ആ ടേപ്പ് റെക്കോർഡർ കേട്ടും ഫാദർ റൊഗേമയുടെ കയ്യിൽ നിന്നും പലയിടത്തുനിന്നും വിവരങ്ങൾ ശേഖരിച്ച് സെഗദാശ്യയുടെ ജീവിതകഥ എഴുതാൻ തുടങ്ങി. ഇനി അതേ നടക്കുള്ളൂ. ഡാഡിയും മമ്മിയും സഹോദരന്മാരും കൂട്ടാക്കില്ല അങ്ങോട്ട്. അതിൽ നിന്ന് നമുക്ക് സെഗദാശ്യയുടെ ജീവചരിത്രം കിട്ടും. ഹോസ്പിറ്റലോ ക്ലിനിക്കോ ഒന്നുമില്ലാത്ത മുഹോറ എന്ന സ്ഥലത്ത് 1967 സെഗദാശ്യ ജനിക്കുന്നത്. ഇത് റുവാണ്ടയിലെ ഗിക്കോൻഗോറോ എന്ന പ്രവിശ്യയിലാണ്. ഒരു കുടിലിലാണ് മാതാപിതാക്കൾ ജീവിച്ചത്. ആ കുടിലിലാണ് ഇവൻ ജനിച്ചത്. വേറെ ഒന്നുമില്ല. അവിടെ ആട്ടിൻകൂടുകളും അങ്ങനെ ഉള്ള കൃഷിയിടങ്ങളും ഒക്കെ ആയിട്ടൊരു ചെറിയ കുടില്. അവിടെ മുഴുവൻ കുടിലുകളേ ഉള്ളൂ. ഇവരുടെ ഏറ്റവും അടുത്തുള്ള ഗ്രാമം എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ യാത്ര ചെയ്താൽ എത്തുന്ന കിബ്ഹോ ആണ്. ഇപ്പോൾ മാതാവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളുള്ള ആ സ്ഥലം. ഇവരുടെ സെഗദാശ്യയുടെ പിതാവ് വളരെ ദരിദ്രനാണ്. അവർ ഗോത്ര ആചാര്യപ്രകാരം വിവാഹം കഴിച്ചതാണ്. അവർക്ക് മതങ്ങളോ ദൈവം അങ്ങനെയൊന്നും ഇല്ല. അവർക്കൊന്നും അറിയില്ല. ഏറ്റവും മൂത്ത കുട്ടിയാണ് ഈ സെഗദാശ്യ. അവരുടെ ചിന്തയിൽ പോലും ഇല്ല ഇങ്ങനെ വിദ്യാഭ്യാസിക്കോ സ്കൂളിൽ പോവുക, അങ്ങനത്തെ ഒരു പരിപാടിയേ ഇല്ല. ഭൂമിയെ ആശ്രയിച്ച് ആട് മേയിച്ച് പയർ കൃഷി ചെയ്ത് അത് കിട്ടുന്നത് ഉപജീവനം നടത്തി അവർ ജീവിക്കും. അതുകൊണ്ട് വിദ്യാഭ്യാസം, മതം, ദൈവം അതൊന്നുമില്ല അവർക്ക്. സെഗദാശ്യയുടെ മാതാപിതാക്കൾക്കും അങ്ങനത്തെ വിശ്വാസം തന്നെയായിരുന്നു. പിന്നെ അവർ ആരാധിച്ച് വന്നിരുന്നത് അവിടുത്തെ ഒരു മൂർത്തിയായ റയാൻ ഗോംബെ, അതാണ് അവരെ ആരാധിച്ചിരുന്ന ഒരു ദൈവം എന്ന് പറയുന്നത്. അതായത് ഈ പൂർവീകരുടെ ആത്മാക്കളെ, പിതൃ ആരാധന. പൂർവീകരുടെ ആത്മാക്കളെ ആരാധിച്ചാൽ കുടുംബത്തിലെല്ലാം നന്നായി നടക്കും എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. പക്ഷെ എന്നാലും ഈ സെഗദാശ്യയുടെ മാതാപിതാക്കൾ ദുർദേവതകളെ പ്രീതിപ്പെടുത്താനുള്ള മന്ത്രതന്ത്രങ്ങളിലൊന്നും പെട്ടിട്ടില്ല. അപ്പോൾ ഈ റയാൻ ഗോംബെയാണ് ആത്മാക്കളുടെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവൻ എന്നാണ് ഈ സെഗദാശ്യയും കൂട്ടരും വിശ്വസിച്ചിരിക്കുന്നത്. അങ്ങനെ വയലിൽ ജോലി ചെയ്യുമ്പോഴും ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇതുപോലെ തന്നെ മറ്റൊരു ദേവനുണ്ട്, ഈശോ എന്ന പേരുള്ള ഒരു ദേവനുണ്ട് എന്ന് സെഗദാശ്യ കേട്ടിട്ടുണ്ട്. ഈ റയാൻ ഗോംബയുടെ പോലെ ഒരു ദേവനുണ്ട് എന്ന്
ഈശോ എന്നാണ് അതിൻ്റെ പേരെന്ന് കേട്ടിട്ടുണ്ട്. അത്ര അറിവേ ഉള്ളൂ ഈശോയെക്കുറിച്ച്. അതായത് സകദേശിയുടെ അടുത്ത് ഇപ്പോൾ ഒരു പുരോഹിതനെ കണ്ടു കഴിഞ്ഞാൽ അവർ പറയും ഒരു മന്ത്രവാദിയാണെന്ന്. അങ്ങനെ ഒരു ദേവൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന പുസ്തകമാണ് ബൈബിളും എന്നും പറയും. അതുകൊണ്ട് അത്രയ്ക്കും വളരെ താഴ്ന്ന ജ്ഞാനമില്ലാത്ത ആളുകളാണ് ഇവർ. ഈ സകദേശിക്ക് 11 വയസ്സായപ്പോൾ അവൻ്റെ അമ്മ പിതാവിനോട് പറഞ്ഞു, നമ്മുടെ മോൻ എഴുതാനും വായിക്കാനും പോയാൽ നമുക്ക് നല്ലതാണ്. കാരണം ഏത് തരം പയറ് കൃഷി ചെയ്യണം, അത് എപ്പോൾ കൃഷി ചെയ്യണം, ഈ നിലത്തിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ വിവരം കിട്ടും. അതുകൊണ്ട് നമുക്ക് ഇവനെ സ്കൂളിൽ വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ പിതാവ് ഇവനെയും കൂട്ടി ഒരു സ്കൂളിലേക്ക് പോയി. ആ സ്കൂളിൻ്റെ വാതിൽ കടത്തി വിട്ടു. പിതാവ് അവിടെ കൂട്ടിയിരുന്നു, അവിടെ പുറത്തിരുന്നു, ഇവ വരുന്നത് കാത്ത്. അങ്ങനെ മകൻ തിരിച്ചു വരുമ്പോൾ മകനോടൊന്നും സംസാരിക്കാനൊന്നുമില്ല. ഇന്നത്തെ അമ്മമാർ എന്തൊക്കെ എടുത്തു, എന്തൊക്കെ പോർഷൻസ് എടുത്തു, അതൊന്നും അവിടെ ചോദിക്കാൻ അറിയില്ല. അതുകൊണ്ട് നിശബ്ദമായിട്ട് നടന്നു. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞ് 3-ാമത്തെ ആഴ്ച ഇവൻ്റെ പിതാവ് അവൻ്റെ കൂടെ സ്കൂളിൽ പോയി. എന്നിട്ട് അധ്യാപകനെ കണ്ട് വിവരങ്ങളൊക്കെ ചോദിക്കാന്ന് വെച്ചു. അധ്യാപകനെ ഇവനെയും കൂട്ടി ചെന്നപ്പോൾ അധ്യാപകൻ പറഞ്ഞു, ഈ പയ്യൻ ഏതാന്ന്. അപ്പം 2 ആഴ്ചയായിട്ട് സ്കൂളിൽ വിടുന്നതാണ്. ഈ പയ്യൻ ഏതാന്ന് ചോദിച്ചപ്പോൾ അപ്പന് കാര്യം മനസ്സിലായി, ഇവൻ അവിടെ ചെന്നിട്ടില്ല. അപ്പോൾ അവനെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അടി കൊടുത്തു. അത് ചോദിച്ചു, നീ എന്താ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ഞാനൊന്നും പഠിക്കാൻ പോവില്ല. ആ സമയത്ത് അവൻ അവിടെ സ്കൂളിലെ പടി പോലും പോയിട്ടില്ല. അവൻ അവിടെയുള്ള നദീതീരത്തും വയലുകളൊക്കെ നോക്കിയിട്ട് എവിടെ നല്ല പയർ കൃഷി ചെയ്യാൻ പറ്റിയ സ്ഥലം അതന്വേഷിച്ച് നടക്കായിരുന്നു. അങ്ങനെ അവൻ പിന്നെ വീട്ടിലത്തെ പണി തന്നെ, ഈ പറമ്പിൻ്റെ പണി തന്നെ സന്തോഷത്തോടു കൂടി നോക്കി. അതാണ് അവന് ഏറ്റവും ഇഷ്ടം. പഠിക്കാനൊന്നും അവന് ഇഷ്ടമില്ല. അപ്പോൾ അവൻ്റെ സഹോദരി ക്രിസ്റ്റീനാണ് ഈ ഇമ്മാക്കുലിയോട് പറയുന്നത്, അവൻ വളരെ സന്തോഷമുള്ളൊരു കുട്ടിയായിരുന്നു. അവനെ കാണുന്നത് തന്നെ ഇവർക്ക് സന്തോഷമായിരുന്നു. വയലിലെ പണിയൊക്കെ ചെയ്യുമ്പോൾ മൂളിപ്പാട്ട് പാടി അവൻ സന്തോഷത്തോടു കൂടിയാണ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ സകദേശിയുടെ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്നത് 2 പേരേ ഉള്ളൂ. അതിലൊരാളാണ് ക്രിസ്റ്റീൻ. അവൾക്ക് ഇപ്പോൾ 40 വയസ്സ് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അവൾക്കൊരു കുട്ടിയുണ്ട്. അങ്ങനെ ഈ ക്രിസ്റ്റീൻ്റെ അടുത്തേക്ക്, സകദേശിയുടെ സഹോദരിയുടെ അടുത്തേക്ക് നമ്മുടെ ഇമ്മാക്കുലി പോവുകയാണ് സകദേശിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാനായിട്ട്. അങ്ങനെ ഈ സഹോദരിയിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണ് കൂടുതലായിട്ടും സകദേശിയയുടെ ഈശോ ദർശനത്തെക്കുറിച്ച് ലോകം അറിയുന്നത്. അപ്പോൾ ക്രിസ്റ്റീൻ എന്ന് പറയുന്ന സഹോദരി പറയുന്നത്, ഈ സകദേശിയുടെ കൂടെ ജീവിച്ചാൽ അറിയും അവൻ എന്തുമാത്രം സന്തോഷമുള്ളവനാണ്. അവൻ്റെ കൂടെ ഇരിക്കാൻ തന്നെ ഒരു പ്രത്യേക സന്തോഷമുണ്ട് അത്രേ. അത് ആദിയിലെ തന്നെ കർത്താവ് സൃഷ്ടിച്ചപ്പോൾ അങ്ങനെയായിരിക്കും സൃഷ്ടിച്ചത്. അങ്ങനെ അവരുടെ ഒരു കുടില് 5 കുട്ടികളുണ്ട്. ഈ അപ്പനും അമ്മയുണ്ട്, ചിലപ്പോൾ മുത്തശ്ശനുണ്ടാകും. അതിലൊരു മുറിയുള്ളൂ ഈ കുടിലിൽ. ഇതിൽ തന്നെയാണ് സകലവിധ പരിപാടികളും ചെയ്തു തരുന്നത്. അതിൻ്റെ ഉള്ളിൽ ആടുകളുണ്ടാവും, മാടുകളുണ്ടാവും, അങ്ങനെ എല്ലാ പരിപാടികളും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് അത് മുഴുവൻ ഇരുട്ട് പിടിച്ചൊരു മുറിയായിരുന്നു. ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഉള്ള കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. ഈ കൊച്ചു കുടില് മുഴുവൻ ഇരുട്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവൾ പറയാണ്, സകദേശി അങ്ങോട്ട് വരുമ്പോൾ മുറി മുഴുവൻ പ്രകാശമാനമാകും എന്നാണ് പറയുന്നത്. ഒരിക്കൽ ഈ സകദേശിയ അനിയത്തി സകദേശിയോട് പറയാണ്, ഇത് ഭയങ്കര ചൂടാണ് ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ ഇവൻ എന്ത് ചെയ്തു, 4-5 വയസ്സുള്ള ഈ അനിയത്തിയുടെ മുഖത്ത് ഉറങ്ങിക്കെടുക്കുമ്പോൾ നദിയിൽ തണുത്ത വെള്ളം കൊണ്ട് കോരി ഒഴിച്ചു. അപ്പോൾ ഇവള് തട്ടിയുണ്ടെന്ന് പറഞ്ഞു, നിന്റെ ചൂടൊക്കെ ശമിപ്പിക്കാനായിട്ട് ഞാൻ ചെയ്തതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ചിരിച്ച ഒരു ഓർമ്മ ഈ ക്രിസ്റ്റീൻ പങ്കുവയ്ക്കുന്നുണ്ടായി. സകദേശി വളരെ ഗൗരവ പ്രകൃതിയുള്ളവനായിരുന്നു, പക്ഷേ വിശുദ്ധമായ മനസാക്ഷിയുള്ളവനായിരുന്നു. പിന്നെ വീട്ടിലാരും പട്ടിണി കിടക്കരുത്, അതിനവൻ എന്തും ചെയ്യും. അങ്ങനെ പട്ടിണികാലമായപ്പോൾ അവൻ വീട്ടിൽ നിന്ന് പറയാതെ വേറൊരു ധനികൻ്റെ ആടിനെ നോക്കാൻ പോയി എന്നാണ് പറഞ്ഞത്. വീട്ടുകാരെ ആകെ വിഷമിച്ചു. പക്ഷേ കുറേ ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അവർക്ക് കുറേ പയറും ഒക്കെ ചാക്കിൽ ഒരാൾ കൊണ്ടുവന്ന് കൊടുത്തു. അപ്പം അവർ ചോദിച്ചു, ഇത് എവിടുന്നാ? അപ്പം പറഞ്ഞു, നിങ്ങളുടെ മകൻ അവിടെ പണിയെടുത്തതിൻ്റെ കൂലിയാണെന്ന്. ഇതറിഞ്ഞപ്പോൾ അപ്പന അങ്ങോട്ട് ചെന്നു. എന്നിട്ട് അവനെ പിടിച്ചു കൊണ്ടുവന്നു. പക്ഷേ പിന്നീട് വീണ്ടും അവർക്ക് പട്ടിണി വന്നപ്പോൾ ഇവൻ വീണ്ടും പോയി. അതായത് സ്വന്തം സഹോദരങ്ങളും അമ്മയും അപ്പനും പട്ടിണി കിടക്കാൻ പാടില്ല, അത് പട്ടിണി കിടക്കാതെ സംരക്ഷിക്കേണ്ടത് അവൻ്റെ ചുമതലയാണെന്നാണ് അവൻ വിചാരിച്ചിരുന്നത്. അങ്ങനെ അവൻ വീണ്ടും പോകും. അങ്ങനെ അവൻ്റെ ഈ ജോലിയുടെ കൂലി കൊണ്ടാണ് ഇവർ കഴിഞ്ഞിരുന്നെന്നാണ് പറഞ്ഞത്. പിന്നെ അവൻ ചെയ്തിരുന്ന കാര്യം,
അവിടെ കുറേ അകലെ ഈ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ഒരു നദി കുറുകെ കിടക്കാനുണ്ടായിരുന്നു. അതിൽ അവിടുത്തെ തടയണകളൊക്കെ പോയപ്പോൾ ഇവർ കുറച്ച് ചെറുപ്പക്കാർ എല്ലാവരും ഒരുമിച്ച് കൂടി കൈ കോർത്ത് നദിയുടെ നടുവിൽ നിന്ന് ജനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിടുമായിരുന്നു. അങ്ങനെ ജീവൻ രക്ഷിക്കുന്നവനായിരുന്നു സെഗദാശി എന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ സഹോദരി പറയുകയാണ്, അതുകൊണ്ടായിരിക്കാം അവനെ ആത്മാക്കളെ രക്ഷിക്കുന്ന ജോലിക്കായിട്ട് ഈശോ വിളിച്ചത് എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ സെഗദാശിയെ കുറിച്ച് ക്രിസ്റ്റീൻ അവൻ്റെ സഹോദരി വിവരിക്കുകയാണ്. ഈ ക്രിസ്റ്റീൻ എന്ന് പറയുന്ന സഹോദരിയുടെ കയ്യിൽ നിന്നാണ് ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള വിവരണം ഇമ്മാക്കുലി കേൾക്കുന്നത്. സെഗദാശിക്ക് ഈശോ എങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ടതെന്ന്. ഒരു ദിവസം, ഒരു വേനൽക്കാല ദിവസം ആണിത് സംഭവിക്കുന്നത്. അന്ന് ഉച്ചയ്ക്കാണ് ഈ സെഗദാശി വീട്ടിൽ വരുന്നത്. ആ വീട്ടിൽ വന്നപ്പോൾ അന്ന് കാലത്തുണ്ടായ കാര്യങ്ങളാണ് പറഞ്ഞത്. ജൂലൈ 2, 1982 അന്നാണ് ഈശോ ആദ്യമായിട്ട് സെഗദാശിനെ കാണുന്നത്. അപ്പോൾ അന്ന് പയറുതോട്ടത്തിലേക്ക് പയറ് വിളവെടുക്കാറായോ എന്ന് നോക്കാനാണ് സെഗദാശി പോയത്. അവിടെ ചെന്നപ്പോൾ പതിവില്ലാത്തൊരു കാഴ്ച, അതായത് പയറ് വിളഞ്ഞെന്ന് മാത്രമല്ല, പയറുകളിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ട് നല്ല ഭംഗിയുള്ള പയറുകൾ അവൻ കണ്ടു. അപ്പോൾ അവൻ വിചാരിച്ചു, ഇത്ര ഭംഗിയുള്ള പയറുകൾ, സ്വർണ്ണ നിറമാർന്ന തോട്, ഉരുണ്ട പയറുമണികൾ, ഇതൊക്കെ എങ്ങനെ ഞങ്ങളുടെ വയലിലുണ്ടാവണേ? അവരുടെ വയലിൽ വളമൊന്നുമില്ല, ശോഷിച്ച പയറുകൾ ഉണ്ടാവാറ്. അപ്പോൾ അവന് തോന്നി, ഇതെന്താ കണ്ണ് ചൂട് പിടിച്ചിട്ട് കണ്ണിനാകെ എന്തോ സംഭവിച്ചോ. അവൻ കുറച്ച് പയറുമണികൾ എടുത്തിട്ട് അയൽക്കാരൻ്റെ അടുത്ത് പോയി, അയൽക്കാരൻ്റെ സംശയം തീർക്കാനായിട്ട്. എന്നിട്ട് അയൽക്കാരനോട് ചോദിച്ചു, ഈ പയറുമണികൾക്ക് വല്ല പ്രത്യേകതയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം അയാൾ പറഞ്ഞു, പ്രത്യേകതയൊന്നുമില്ല, വിളഞ്ഞിട്ടുണ്ട്, അത് പയറുമണികൾ പറക്കിയെടുക്കാറായി എന്ന് ചോദിച്ചു. അങ്ങനെ അവൻ എന്ത് ചെയ്തു? ഈ അയൽക്കാരന് നന്ദി പറഞ്ഞിട്ട് അവൻ വെള്ളം കുടിക്കാനും ശരീരം തണുപ്പിക്കാനായിട്ട് നദിക്കരയിലേക്ക് പോയി. അങ്ങനെ ഒരു മരത്തണലിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് മനോഹരമായ ശബ്ദത്തിൽ അവനെ ആരോ വിളിക്കുന്നത് അവൻ കേൾക്കുന്നത്. അപ്പോൾ അവൻ വിചാരിച്ചേ, ഇതെന്താ, അവൻ്റെ തോന്നലായിരിക്കുമോ, ഇതെന്താണ് എന്ന്. പിന്നെ അവൻ വിചാരിച്ചു, ഇന്ന് രാവിലെ തന്നെ ആകെ പ്രശ്നങ്ങളാണല്ലോ. ആദ്യം പയറുമണികൾക്കൊരു മാറ്റം വന്നു, ഇപ്പോൾ ദേ ഒരു വിളി കേൾക്കുന്നു, എന്താണിത് എന്ന് വെച്ചിട്ട് സെഗദാശി ചിന്തിച്ചിരിക്കുകയാണ്. പിന്നെ വിചാരിച്ചു, ആരെങ്കിലും ചൂളം വിളിച്ചതാവും, അല്ലെങ്കിൽ എനിക്ക് തോന്നിയതാവും. അപ്പോഴാണ് എൻ്റെ കുഞ്ഞെ ഇതാ ഇവിടെ എന്ന് ഒരു സ്വരം കേൾക്കുന്നത്. ആ സ്വരം കേട്ട വശം സെഗദാശിയെ ചാടി എഴുന്നേറ്റു. ഈശോയുടെ സ്വരം ഒരു സംഗീതം പോലെ അവൻ്റെ മനസ്സിലേക്ക് വന്നു എന്ന്. പിന്നെയും കേൾക്കുകയാണ്, കുഞ്ഞെ ഇതാ ഇവിടെ, ലോകത്തിന് നൽകാൻ ഒരു സന്ദേശം നൽകിയാൽ നീ അത് ലോകത്തെ അറിയിക്കുമോ? ഇതാണ് ചോദ്യം. ഈ ശബ്ദം കേട്ടിട്ട് അവനത് ഇല്ല എന്ന് പറയാനായിട്ട് തോന്നിയില്ല. അവൻ പറഞ്ഞു, ഉവ്, താങ്കൾ പറയുന്ന പോലെ ഞാൻ ചെയ്യാം. പക്ഷെ ആരാണ് താങ്കൾ, ആരാണ് എന്നെ അയച്ചതെന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയണം? മനുഷ്യർ എങ്ങനെയാണെന്ന് നിനക്കറിയാം. ഞാൻ എൻ്റെ നാം അറിയിച്ചാലും ആരും തന്നെ നീ പറയുന്നത് ശ്രവിക്കില്ല. മനുഷ്യർ പറയുന്നത് ഞാൻ കേൾക്കുന്നു. ആരെങ്കിലും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്നാലും വിശ്വസിക്കരുത്, അവർക്കൊന്നും മനസ്സിലാവുകയില്ല. എൻ്റെ യഥാർത്ഥ നാമം അറിയിച്ചാലും അവർ വിശ്വസിക്കുകയില്ല. ഇത് കേട്ടപ്പോൾ സെഗദാശി ചോദിച്ചു, താങ്കൾ സത്യത്തിൽ യേശുക്രിസ്തു ആണെങ്കിൽ അവർ വിശ്വസിക്കും. വിശ്വസിക്കാൻ അവരെ താങ്കൾ സഹായിക്കണം. എൻ്റെ ഭാഗത്തു നിന്ന് എന്നാലാവും വിധം ഞാനെല്ലാം ചെയ്യാം. എനിക്ക് അതിനുള്ള അറിവും നൽകണം. താങ്കളുടെ സന്ദേശം ഞാൻ പറയുമ്പോൾ ജ്ഞാനം വേണമല്ലോ. അപ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ യേശു ക്രിസ്തുവാകുന്നു. ഭാവിയിൽ മനുഷ്യർക്ക് ഞാൻ നൽകുന്ന സന്ദേശങ്ങൾ പറയുവാൻ നീ യഥാർത്ഥത്തിൽ പ്രാപ്തനാണെന്ന് തെളിയിക്കുവാൻ നീ ഇപ്പോൾ മിസ്റ്റർ ഹ്യൂബർട്ടിൻ്റെ വയലിൽ പണി ചെയ്യുന്നവരുടെ അടുത്തേക്ക് പോവുക. അവരോട് ഈ സന്ദേശം നീ അറിയിക്കുക. നിങ്ങളോട് എല്ലാവരോടും ഹൃദയം നവീകരിക്കാൻ അറിയിക്കുവാനായി യേശു ക്രിസ്തു എന്നെ ഇന്ന് ഇവിടേക്ക് അയച്ചിരിക്കുന്നു. മനുഷ്യവംശത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാം ദുഷ്കരമായി തീരുന്ന സമയം വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല, ഞാൻ വേണ്ടത്ര താക്കീത് തന്നിരുന്നില്ല എന്ന്. മനുഷ്യവംശത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാം ദുഷ്കരമായി തീരുന്ന സമയം വരുന്നു. അതുകൊണ്ട് അതിനുള്ള മുന്നറിയിപ്പാണ് ഞാൻ തരുന്നത് എന്ന്. അങ്ങനെ ഇത് പറഞ്ഞത് കേട്ടപ്പോൾ സെഗദാശി കൃത്യമായിട്ട് ഈ അയൽപ്പക്കക്കാരൻ മിസ്റ്റർ ഹ്യൂബർട്ടിൻ്റെ വായിലേക്ക് ചെന്നു.
അവിടെ കുറേ പേര് പണിയെടുക്കുന്നുണ്ടായിരുന്നു. അവരോട് പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവരെല്ലാവരും പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് അവർ ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ചിരിക്കുന്നതെന്നറിയോ? ഈ സന്ദേശം ഈശോയുടെ സ്വരം കേട്ടിട്ട് അതിന് പറയാൻ വേണ്ടി ഓടിയപ്പോൾ ഈ സെഗദേഷ്യയുടെ വസ്ത്രമൊക്കെ പോയി. അവൻ പൂർണ്ണ നഗ്നനായിട്ടാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും അവൻ്റെ നേരെ ചാടി കയറി, കഴുതേ നീ എന്താടാ ഈ പറയണേന്ന് ചോദിച്ചിട്ട്, പ്രാന്താണോ നിനക്ക്? കാരണം വസ്ത്രമില്ലാണ്ടാണ് നിന്ന് ഈ സന്ദേശം പറയുന്നത്. അങ്ങനെ ആ സെഗദേഷ്യ ഞാൻ മരച്ചുവട്ടിലായിരുന്നപ്പോൾ ഇങ്ങനെ ഈശോയുടെ സ്വരം കേട്ടു, ഈശോ എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ അവരോട് പറഞ്ഞു. പിന്നീടാണ് അവൻ അറിയുന്നത് അവന് വസ്ത്രമില്ല എന്നുള്ള കാര്യം. അത് ഉടനടി അവൻ ആകാശത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഈശോയെ നീ എന്തിനാണ് എൻ്റെ വസ്ത്രങ്ങളൊക്കെ ഊരിയെടുത്തത്? ഇതാ എല്ലാവരും എന്നെ പരിഹസിക്കുന്നു, ഞാൻ ഇവരോടൊക്കെ എന്തു പറയും? അപ്പോൾ കർത്താവിൻ്റെ ശബ്ദം ഇങ്ങനെ കേട്ടു, നീ ജനിക്കും മുമ്പ് മനുഷ്യപുത്രൻ ഭൂമിയിൽ വന്നു. അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഊരിയെടുത്തു. അതിനുശേഷവും അവൻ സ്വർഗത്തിലെത്തിയില്ല എന്ന് നീ കരുതുന്നുവോ? ഒന്ന് മനസ്സിലാക്കുക, ഈ അത്ഭുതം ഇന്നിവിടെ പ്രവർത്തിച്ചത് അവൻ തന്നെ എന്ന്. അങ്ങനെ നഗ്നനായിരുന്ന ഈ സെഗദേഷ്യ പറയുന്നത് ആരും വിശ്വസിച്ചില്ല. പക്ഷേ ഒരു പ്രായമായ അമ്മ ഇവന് ഒരു പൊതുപ്പ് കൊണ്ട് പൊതിയാൻ വന്നു. എന്നിട്ട് പറഞ്ഞു, മോനെ കുഞ്ഞെ നീ എവിടെ വെച്ചാണ് ഈശോയെ കണ്ടത് എന്ന്. സെഗദേഷ്യ പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ശബ്ദം കേൾക്കുകയാണ് ഉണ്ടായത്. ക്രിസ്തുവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്നു, ഹൃദയങ്ങൾ വിശുദ്ധീകരിക്കുക എന്ന് എന്നോട് പറയാനായിട്ട് പറഞ്ഞു എന്ന്. ആ അമ്മ പറഞ്ഞു, മോനെ നീ ഇതുപോലെ വസ്ത്രമില്ലാതെ നിന്ന് പറഞ്ഞാൽ ആരാണ് ഇതൊക്കെ കേൾക്കുക? നീ പറയുന്നത് ഈശോയിൽ നിന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നീ ഒരു നല്ല കുട്ടിയാണ്. നീ ഇങ്ങനെ നഗ്നനായി നിന്ന് പറയുമ്പോൾ ആളുകൾക്ക് കോപമാണ് ഉണ്ടാകുന്നതെന്ന്. പിന്നീട് സെഗദേഷ്യ പറഞ്ഞു, സെഗദേഷ്യ ആദ്യമായിട്ട് മനുഷ്യരൂപത്തിൽ യേശുവിനെ കണ്ടത് ആ സമയത്താണ്. ആളുകൾ കോപം കൊണ്ട് വിറപൂണ്ട് നിൽക്കുന്ന സമയത്ത് യേശു വന്നിട്ട് പറഞ്ഞു, നീ ഞാൻ പറഞ്ഞതുപോലെ ഹ്യൂബർട്ടിൻ്റെ കൃഷിയിടത്തിൽ പോയിട്ട് ഇത് പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു, നീ നന്നായി ചെയ്തു. എന്നിട്ട് പറഞ്ഞു, കുഞ്ഞെ നീ തല ഉയർത്തി നോക്ക്, നിന്നോട് സംസാരിക്കുന്നത് ആരാണെന്ന്. അപ്പോഴാണ് ഈ സെഗദേഷ്യ തല ഉയർത്തുന്നത്. അപ്പോൾ കണ്ട കാഴ്ച, അവൻ്റെ മുകളിൽ ആകാശം ഒരു തുണിക്കഷ്ണം രണ്ടായി കീറുന്നത് പോലെ കീറി വിഭജിക്കപ്പെട്ടു. വെട്ടിത്തിളങ്ങുന്ന പ്രകാശം അവിടെ നിറഞ്ഞു. ഒരു മിന്നലിലെന്ന പോലെ എല്ലാം അപ്രത്യക്ഷമായി. കൃഷിയിടം, മനുഷ്യര്, കുന്നുകൾ, വൃക്ഷങ്ങളൊക്കെ അപ്രത്യക്ഷമായി. അങ്ങനെ ഒരു അപരിചിതമായ രീതിയിലാണ് പിന്നെ ഈ കണ്ണുകൾ കാഴ്ച കാണുന്നത്. ഇവൻ ഇപ്പോൾ വ്യത്യസ്തമായിട്ടൊരു ലോകത്തിലാണ്. അവിടെ തനിച്ചാണ് സെഗദേഷ്യ. സുഗന്ധം പരത്തുന്ന വിശാലമായ കടല് കാണപ്പെടുന്ന പോലെ പച്ച പുൽപ്പരപ്പ്. ഓരോ നിമിഷവും അവൻ്റെ തലയ്ക്ക് മുകളിൽ പ്രകാശം വർദ്ധിച്ചു വന്നു. ആകാശം പ്രകാശം പൊഴിക്കുന്ന എണ്ണമില്ലാത്ത വെള്ളപ്പൂക്കൾ കൊണ്ട് നിറഞ്ഞതുപോലെ. നമുക്കത് സങ്കല്പിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഈശോ വരുന്നത് അങ്ങനെയാണ്. അങ്ങനെ അടുത്ത നിമിഷം തന്നെ പ്രഭയേറുന്ന വെളുത്ത പുഷ്പങ്ങൾക്ക് നടുവിൽ ഈശോ പ്രത്യക്ഷനായി. പ്രകാശത്തിൽ മുങ്ങി നിൽക്കുന്ന പ്രകാശം. അങ്ങനെ നക്ഷത്രങ്ങൾ പോലെ മനോഹരമായ പൂക്കളുടെയും വലിയ പ്രഭയേറിയ പ്രകാശത്തിൻ്റെയും ഇടയിൽ അവിടുന്ന് എനിക്ക് മുകളിൽ ഒഴുകുകയായിരുന്നു. ഇതാണ് സെഗദേഷ്യ പറയുന്ന കാഴ്ച. അങ്ങനെ ഈശോ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സുന്ദരൻ, 30 വയസ്സിലേറെ തോന്നും. അത്രയ്ക്ക് വെളുത്തിട്ടല്ല, ഇരുണ്ട നിറം. റുവാണ്ടക്കാരുടെ നിറമല്ല. റുവാണ്ടൻ ശൈലിയിലെ ഒരു കുപ്പായം അണിഞ്ഞിരിക്കുന്നു. സ്വർണമോ വെള്ളിയോ കൊണ്ട് നെയ്യപ്പെട്ട വിധം അതും പ്രകാശം ഒഴിച്ചിരുന്നു. സെഗദേഷ്യ മുകളിലേക്ക് നോക്കിയപ്പോൾ സ്നേഹം നിറഞ്ഞ 2 കരങ്ങൾ അവനെ വാരി പുണരുന്നത് പോലെ തോന്നി. വലിയ സമാധാനം അനുഭവിച്ചു. ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്ത അത്രയുമുള്ള ഒരു സമാധാനം, ആനന്ദം. എന്നിട്ട് സെഗദേഷ്യ പറയാണ്, എന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഈശോ ചോദിച്ചു, നിന്നെ അയച്ച എന്നെ നീ ശരിക്കും കണ്ടോ എന്ന്. ഉവ്വ് കർത്താവേ എന്ന് പറഞ്ഞു. നീ ഇന്ന് ചെയ്ത ജോലി, ഈ മനുഷ്യരെ സന്ദേശം അറിയിക്കുക എന്നത് നന്നായി ചെയ്തിട്ടുണ്ട്. ഇനി പോയി ഞാൻ പറഞ്ഞ കാര്യം പറയാൻ പഠിക്കുക. നീ എല്ലാം നന്നായി ചെയ്താൽ ഞാൻ വേഗം നിന്നെ കാണാൻ വരും. ഇങ്ങനെ സെഗദേഷ്യയോട് കർത്താവ് സന്ദേശം പറയാൻ തുടങ്ങി. അവൻ ഒരു അറിയാത്ത ലോകത്തിലേക്ക് അവൻ്റെ മനസ്സ് കടന്നു ചെന്നു തുടങ്ങി.
അപ്പോഴും അവൻ ആ അയൽപ്പക്കാരൻ്റെ കൃഷിയിടത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ അവനെ മുഖമുയർത്തി ധ്യാനലീനനായിട്ട് ഈശോയെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കൃഷിയിടത്തിൽ അനേകം പേർ അവൻ്റെ ചുറ്റും കൂടി. ചിലർ കോപം കൊണ്ട് വിറച്ചു, ചിലർ അവരുടെ വടിയെടുത്ത് അവനെ നേരെ കുലുക്കിക്കൊണ്ട് അടിക്കാനൊരുങ്ങി. ഇവൻ എന്താ ഈ പറയണേന്ന് ചോദിച്ചിട്ട്. അങ്ങനെ അവൻ അവിടെ മിണ്ടാണ്ട് ഇങ്ങനെ ധ്യാനിച്ച് നിൽക്കുക. അപ്പോഴേക്കും അപ്പനും അമ്മയൊക്കെ എത്തി, മറ്റുള്ളൊരു വിവരം അറിയിച്ചിട്ട്. അപ്പോൾ അവൻ ഇങ്ങനെ സന്ദേശം കൊടുത്തുകൊണ്ടിരിക്കുക. ഇങ്ങനെയാണ് ഇവൻ പറയുന്നത്: ഈശോ തൻ്റെ സന്ദേശം ഹ്യൂബർട്ടിൻ്റെ കൃഷിയിടത്തിൽ ജോലിക്കാരെ അറിയിക്കാൻ പറഞ്ഞു. കാരണം ലോകാവസാനം സമീപിച്ചിരിക്കുന്നതിനാൽ ആളുകളെ ഒരുക്കേണ്ടതുണ്ട്. ഇത് തന്നെയാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ മകനെ ഉപദ്രവിക്കാൻ വന്ന ആളുകളെ നോക്കിയിട്ട് അപ്പൻ പറഞ്ഞു: നിങ്ങൾക്ക് ബോധമില്ലേ? ഇതൊരു കൊച്ചു കുട്ടിയല്ലേ, എൻ്റെ മോനെ എന്തോ സുഖമില്ലാണ്ട എന്ന് പറഞ്ഞ് അവനെ തോളത്തിട്ട് അപ്പൻ കൊണ്ടുപോവാണ്. എന്നിട്ട് അവനെ വീട്ടിലേക്ക് കൊണ്ടുപോവുക. പക്ഷേ ഈ വഴിയിൽ മുഴുവൻ ഈ കുട്ടി ഈശോ പറഞ്ഞതാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് നീ പരിശീലിക്കുക, നീ നന്നായിട്ടെല്ലാം ചെയ്താൽ ഞാൻ വീണ്ടും വന്ന് നിന്നെ കാണും. സെഗദേശ പറയാണ്, ഈശോയോട് കൂടി ആയിരിക്കുമ്പോൾ സെഗദേശ അനുഭവിച്ച സന്തോഷവും സമാധാനവും ആനന്ദവും പറഞ്ഞറിയിക്കാൻ വയ്യ എന്ന്. എന്നിട്ട് അവൻ പറഞ്ഞു, ഞാൻ നന്നായി ചെയ്താൽ ഈശോ വീണ്ടും വരും, എനിക്ക് ഇതെല്ലാം പറയണം. പിന്നെ അവൻ അതിനു വേണ്ടിയാണ് ജീവിച്ചിട്ടുള്ളത്. ഹൃദയം വിശുദ്ധീകരിക്കുക, യേശുക്രിസ്തു ഇതാ മടങ്ങി വരുന്നു എന്നാണ് സന്ദേശത്തിലെ പ്രധാന വസ്തുത. ഇതിങ്ങനെ ഇവൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അമ്മയ്ക്ക് പേടിയായി, ഇവന് വല്ല ബോധക്കുറവുണ്ടോ, പനിയാണെന്ന് വിചാരിച്ച് നദിയിലെ വെള്ളമെടുത്ത് ഇങ്ങനെ തൊട്ടുഴിഞ്ഞുകൊണ്ടിരിക്കുക. അവനൊരു മാറ്റം ഉണ്ടായില്ല. അവർ വിചാരിച്ച് വല്ല മന്ത്രവാദികൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ എന്ന്. അവനൊരു കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷേ പ്രശ്നം എന്താ ഉണ്ടായത്? ഇവൻ്റെ കുടിലിൻ്റെ വെളിയിൽ എപ്പോഴും ആളുകളായി, ധാരാളം ആളുകൾ, 100, 200, 300 ആളുകൾ. നല്ലവർ ഈശോനെ കണ്ട ബാലനെ കാണാനും മറ്റുള്ളവർ ഇവരെ അടിച്ചോടിപ്പിക്കാനും വേണ്ടിയിട്ട്. അങ്ങനെ അപ്പം പറഞ്ഞു, എൻ്റെ മോനൊരു നല്ല സുഖമില്ല, നിങ്ങളൊന്ന് വെറുതെ നിങ്ങൾ എൻ്റെ കൃഷിയിടങ്ങളൊന്നും നശിപ്പിക്കല്ലേ, ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങളുടെ ആടുകളൊക്കെ ഇറങ്ങിപ്പോയാൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. ജനസംഖ്യ ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നു. അപ്പോൾ സെഗദേശ കിടക്കുന്നിടത്തുനിന്ന് പുറത്തു വന്നു, മുട്ടിന്മേൽ വീണു, ഒരു ദിവ്യ അനുഭൂതിയിൽ മുഴുകി. രണ്ടാമത് അവൻ ഈശോയെ കാണുകയാണ്. അങ്ങനെ അവനിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവരുടെ അപ്പൻ ഈ ക്രിസ്റ്റീനെ, പെൺകുട്ടികളെയൊക്കെ വലിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി അടച്ചിട്ടു. കാരണം വലിയ ഇതിൻ്റെ പോക്ക് ശരിയല്ല എന്ന് മനസ്സിലായി, ആളുകളിങ്ങനെ വർദ്ധിച്ചു വരാം. പക്ഷേ സെഗദേശ പുഞ്ചിരി തൂക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ അപ്പൻ പറഞ്ഞു, ഇതൊന്നും ശ്രദ്ധിക്കണ്ട, അവനെ ശ്രദ്ധിക്കേ വേണ്ട, അവൻ എന്താ വേണമെങ്കിൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പൻ ചോദിച്ചു, ഇവൻ ആരാ? നിന്റെ തലച്ചോറ് പിടിച്ചെടുത്ത ഈ യേശുക്രിസ്തു ആരാ? ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ ഇങ്ങനൊരു ആത്മാവിനെ കുറിച്ച്, ഇത് ഏത് ആത്മാവാ എന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യമായിട്ട് സെഗദേശ കുടുംബക്കാരോട് വിശദീകരിക്കാൻ തുടങ്ങി. ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുന്നു, ഈശോ എന്നെ വന്ന് കണ്ടു. ഈ ലോകത്തിനപ്പുറം പർദീസായിൽ ഈശോ വസിക്കുന്നു. ഞാൻ അവിടുത്തെ പോലെ ഒരൊറ്റ മനുഷ്യനെയും ഇത്ര നല്ലവനായിട്ട് കണ്ടിട്ടില്ല. അവിടുത്തെ ശക്തി പ്രഭാവം അത്ഭുതകരമാണ്, ഭയാനകമാണ്. അവിടുത്തെ സ്നേഹത്തിൻ്റെ ശക്തിയും അതുപോലെ തന്നെയാണ്. അനേകം വെള്ളച്ചാട്ടങ്ങളുടെ ശക്തിയേക്കാളും സൂര്യൻ്റെ ചൂടിനേക്കാളും വലിയ ശക്തിയോടെ അവിടുന്ന് ഭൂമിയിലെ ഓരോ മനുഷ്യനെയും സ്നേഹിക്കുന്നു. സെഗദേശ കണ്ടെത്തിയ കാര്യമാണ്. ഒരു പഠിപ്പുമില്ലാത്തൊരു ബാലൻ അനേകം വെള്ളച്ചാട്ടങ്ങളുടെ ശക്തിയേക്കാളും സൂര്യൻ്റെ ചൂടിനേക്കാളും വലിയ ശക്തിയോടെ അവിടുന്ന് ഭൂമിയിലെ ഓരോ മനുഷ്യനെയും സ്നേഹിക്കുന്നു. ഈ സ്നേഹത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അത് വചനം പറയുന്നത് പോലെ അനന്തവും അചഞ്ചലവും ഒക്കെയാണ്, അതിന് അന്തമില്ല. സെഗദേശ വീണ്ടും പറയാണ്, ലോകവും അതിലെ സമസ്തവും അവിടെ നിന്നാണ് സൃഷ്ടിച്ചത്. എല്ലായിടത്തും എല്ലാ കാലത്തുള്ള മനുഷ്യരെയും അവിടുന്ന് സൃഷ്ടിച്ചു. അവിടുന്ന് എന്നോട് പറഞ്ഞു, ലോകം അഗ്നിയാൽ നശിപ്പിക്കപ്പെടും. വിശുദ്ധമായ ഹൃദയത്തോടെ തന്നെ സ്നേഹിച്ച് ജീവിക്കുന്നവരെ അവിടുന്ന് തിരികെ വന്ന് കൊണ്ടുപോവുകയും പർദീസായിൽ എന്നേക്കും തന്നോടൊത്ത് വസിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യും. അവിടുന്ന് തിരികെ വരുമ്പോൾ നമ്മുടെ ഹൃദയം വിശുദ്ധീകരിക്കപ്പെടണം. അവിടുന്ന് പണ്ട് ഭൂമിയിൽ ജീവിച്ചതുപോലെ നാമും ജീവിക്കണം. ഏറ്റവും ബഹുമാന്യനും സ്നേഹവാനും വിശുദ്ധി നിറഞ്ഞ ഹൃദയവുമുള്ള അവിടുത്തെ പോലെ പ്രപഞ്ചത്തിൽ ആരുമില്ല.
നാം അവിടുത്തെ ബഹുമാനിക്കണം, ആരാധിക്കണം, മുഴു ഹൃദയമോടും ആദരവോടും കൂടെ അവിടുത്തെ നാം സ്നേഹിക്കണം. ഒരു ചോദ്യവും കൂടാതെ അവിടുന്ന് പറയുന്നത് നാം ചെയ്യണം. അവിടുത്തെ വചനം തേടി വന്നവരോട് അവിടുന്ന് പറഞ്ഞ സന്ദേശങ്ങൾ ഞാൻ അറിയിക്കണം. ഇതാണ് ഈശോ എന്നോട് പറഞ്ഞത്. എന്നിട്ട് സഹദേഷ്യ തൻ്റെ സന്ദേശം കേൾക്കാൻ കാത്തു നിൽക്കുന്നവരോട് സംസാരിക്കാൻ പോയി. വരും കാലങ്ങളിൽ ഭൂമിയിൽ സഹനങ്ങളുണ്ടാകും. ഈശോയെ സ്നേഹിക്കുകയും തമ്മിൽ സ്നേഹിക്കുകയും ചെയ്തില്ലെങ്കിൽ, ഹൃദയപരിവർത്തനം ഉണ്ടായില്ലെങ്കിൽ ജനം ഏറെ കരയും. നിങ്ങളുടെ ഹൃദയങ്ങൾ നവീകരിക്കണം. അവിടുന്ന് മടങ്ങി വരുമ്പോൾ നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. ഇത് പറഞ്ഞതോടുകൂടി അപ്പൻ കോപാകുലനായിട്ട് ചെവിക്ക് പിടിച്ച് വലിച്ചഴിച്ച് കുടിലകത്ത് കൊണ്ടിട്ടു. കുറേ നേരം അടിച്ചു. പക്ഷെ ഇതൊന്നും അവനെ ഏൽക്കുന്നില്ല. അവൻ ശാന്തമായിരിക്കുക. അവൻ്റെ അപ്പൻ പറഞ്ഞു, നീ ഇനി ഒരിടത്തും പോവണ്ട, ആരോടും മിണ്ടണമില്ല. എന്നിട്ട് കെട്ടിയിട്ടു അവന്. എന്നിട്ട് പറഞ്ഞു, ഈ സംസാരമൊക്കെ നിർത്തി വയലിൽ മര്യാദയ്ക്ക് പണിയെടുക്കാൻ തുടങ്ങുക, അല്ലാണ്ട് നിന്നെ ഞാൻ അഴിച്ചുവിടില്ല എന്ന്. പക്ഷേ നേരം വെളുത്തപ്പോൾ ഇവർ കാണുന്നത് കെട്ടൊക്കെ കഴിഞ്ഞിട്ട് അവൻ പുറത്തു നിന്ന് സംസാരിക്കുന്നതാണ്. അങ്ങനെ അവൻ അങ്ങനെ അനുഭൂതിയിലായിരിക്കുന്നതാണ്. ആരോ എന്തോ പറയുന്നുണ്ട്, അത് ശരിവെക്കുന്നത് തലയാട്ടിട്ട് ശരിവെക്കുന്നത് കാണായിരുന്നു. അങ്ങനെ നൂറുകണക്കിന് ആളുകൾ ഇതൊക്കെ കാണാൻ വന്ന് നിൽക്കുക. കെട്ടിയിട്ട ആളാണ് കുടിലിൽ. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഇവനോട് ആരോ സംസാരിക്കുന്നുണ്ട്. അത് 1982 ജൂലൈ 4-ാം തീയതി ആയിരുന്നു. പക്ഷെ അപ്പൻ അവിടെ ഉണ്ടായില്ല. അപ്പൻ പയർ കൃഷി എടുക്കാൻ പോയേക്കാറുണ്ട്. അപ്പൻ ഉണ്ടായിരുന്നെങ്കിൽ നല്ല അടി കിട്ടിയാണ്. അങ്ങനെ മണിക്കൂറുകൾ കടന്നു പോയി എന്നാണ് പറയുന്നത്. അപ്പോഴേക്കും 400-500 പേര് കുടിലിൻ്റെ മുമ്പിലെത്തി. അവരോടൊക്കെ സഹദേശ പ്രസംഗിക്കാൻ തുടങ്ങി. സഹദേശിയുടെ ഡ്യൂട്ടി ചെയ്യാൻ തുടങ്ങി. സഹദേശ്യ പറഞ്ഞത് ഇത്രയാണ്: ഈശോ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഓരോരുത്തരും സത്യം കണ്ടെത്തുക. മനുഷ്യവംശം മുഴുവനും പിന്തുടരേണ്ട മാർഗം ഞാൻ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സംസാരിച്ച ഓരോ വാക്കിനോടും ഓരോ സ്ത്രീയും പുരുഷനും വിശ്വസ്തരായിരിക്കുക. ഞാൻ ഈ ഭൂമിയിലൂടെ നടന്നുവെന്ന് വിശ്വസിക്കുന്ന ഓരോരുത്തരും അറിയുക, ഞാൻ തിരിച്ചു വരും. നിങ്ങൾ എൻ്റെ വചനം അനുസരിച്ച് ജീവിച്ചോ എന്ന് നോക്കി നിങ്ങളെ ഞാൻ വിധിക്കും. കാരണം എൻ്റെ വചനങ്ങൾ സ്വർഗീയ നിധികളാണ്. ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ പോയി എൻ്റെ വചനങ്ങളിലെ സത്യം ഉപേക്ഷിക്കുന്നവർ നിത്യജീവൻ അപകടപ്പെടുത്തുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24:35 ശ്രദ്ധിക്കുക. ആകാശവും ഭൂമിയും കടന്നുപോകും, എന്നാൽ എൻ്റെ വചനം എന്നേക്കും നിലനിൽക്കും. ബൈബിളിൽ ആലേഖനം ചെയ്തിരിക്കുന്ന എൻ്റെ വചനങ്ങളെല്ലാം സത്യമാണെന്ന് നിങ്ങൾ ഗ്രഹിക്കണം. ബാക്കിയെല്ലാം കടന്നു പോകും. ഇതാണ് സഹദേശ്യോട് ഈശോ പറയുന്ന സന്ദേശങ്ങൾ. ഇവരെല്ലാവരും വിചാരിച്ചു, ഇവന് ഇത്രയധികം അറിവ് എവിടെ നിന്നാണ് കിട്ടിയത്? ഇവന് വായിക്കാൻ അറിഞ്ഞുകൂടല്ലോ, പിന്നെ ഇവനെങ്ങനെയാണ് ഈ ബൈബിളിലത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്? പുതിയ നിയമത്തിലെ വചനമാണ് അവൻ പറഞ്ഞതെന്ന് അവർക്ക് മനസ്സിലായി. ഇതൊക്കെ സംസാരിച്ച ശേഷം സഹദേശ്യ പറഞ്ഞു, ഞാൻ പോവാണ്, കിബ്ഹോയിൽ പോകണം. അവിടെ സ്കൂളിലെ പെൺകുട്ടികളോട് യേശുവിൻ്റെ അമ്മ സംസാരിക്കുന്നുണ്ട്. അവിടെ പോയിട്ട് ഞാൻ ഈശോയിൽ നിന്ന് കൂടുതൽ സന്ദേശങ്ങൾ സ്വീകരിക്കണം. ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അവൻ ഇവിടെ നിന്ന് യാത്രയായി പോവുകയാണ്. അങ്ങനെയാണ് സഹദേശ്യ കിബ്ഹോയിലേക്ക് പോകുന്നത്. അവിടെ എത്തി പരിശുദ്ധ കന്യകാമറിയം സംസാരിച്ചു കൊണ്ടിരുന്ന കുട്ടികളുടെ കൂടെ അതേ സ്റ്റേജിൽ വെച്ച് ഈശോ സഹദേശ്യയോട് സംസാരിക്കാൻ ആരംഭിച്ചു. അതോടുകൂടി സഹദേശ്യ രാജ്യത്തെങ്ങും പ്രശസ്തനായി. ആയിരക്കണക്കിന് ആളുകൾ ഇവരുടെ ഭവനം സന്ദർശിച്ചു. ഈശോയെ കണ്ടാൽ എങ്ങനെയാണ്, സന്ദേശങ്ങളുടെ അർത്ഥം എന്താണ്, ഇതൊക്കെ ചോദിക്കാനായിട്ട്. പിന്നീട് സഹദേശ്യ പ്രശസ്തനായ ശേഷം ഉണ്ടായ കാര്യങ്ങളൊന്നും ഇവൾക്ക് വർണ്ണിക്കാനേ പറ്റില്ല എന്നാണ് പറയുന്നത്. വയലുകളൊക്കെ ജനങ്ങൾ തകർത്തു. വരുന്നവരൊക്കെ തിരിശേഷിപ്പ് എടുക്കാൻ തുടങ്ങി. സഹദേശ്യയുടെ ഷർട്ടും ട്രൗസറൊക്കെ എടുത്ത് കൊണ്ടുപോവുക, വയലിൽ നിന്ന് ഉരുളക്കിഴങ്ങ് എടുത്ത് കൊണ്ടുപോവുക. അങ്ങനെ മൊത്തം ഇവർക്ക് ജീവിക്കാൻ പറ്റാതായി ഈ സന്ദേശങ്ങൾ കിട്ടിയോടുകൂടി. ചിലരൊക്കെ ചീത്ത വിളിക്കുന്നുണ്ട്, അങ്ങനെ ചിലർ പരിഹസിക്കുന്നുണ്ട്. അവരുടെ അപ്പം ഭയങ്കരമായിട്ട് വിഷമിച്ചു. അപ്പം പറഞ്ഞ് നമുക്ക് ഇവിടുന്ന് അകലെ ഒരു സ്ഥലത്തേക്ക് താമസിക്കാം. പക്ഷെ സഹദേശ്യ സമ്മതിച്ചില്ല. അവൻ പറഞ്ഞു, ഈശോ എനിക്ക് കാണപ്പെട്ട വയലും അതിനോടനുബന്ധിച്ച സ്ഥലത്തെ ഞാൻ നിൽക്കുള്ളൂ എന്ന്. എൻ്റെ ചുമതല ദൈവവചനം പറയുക എന്നതാണ്. എന്നിട്ട് പറഞ്ഞു, അതിനാണ് മുഖ്യസ്ഥാനം. ഈശോയുടെ സന്ദേശങ്ങൾ എനിക്ക് ലോകം മുഴുവൻ അറിയിക്കണം. ബാക്കിയൊക്കെ 2ാം സ്ഥാനത്താണ്. എനിക്കിനി ഒന്നും വേണ്ട. ഈശോ പറഞ്ഞത് എനിക്ക് അനുസരിക്കണം. അങ്ങനെ ഈശോ ഈ സന്ദേശങ്ങൾ പ്രസംഗിക്കാൻ സഹദേശ്യയെ മറ്റ് പ്രദേശങ്ങളിലേക്ക് അയച്ചു. ദിവസങ്ങളോളം അവൻ
അവിടെ നിന്ന് പോയി. പക്ഷെ അവൻ വരുന്നത് വരെ ഈ കുടിലിൻ്റെ മുമ്പിൽ 400-500 പേര് എപ്പോഴും കാത്തിരുന്നു അവനെ കാണാനായിട്ട്. അങ്ങനെ എപ്പോഴും സഹദേഷിയുടെ കുടുംബത്തിന് വലിയ ഒരു ബുദ്ധിമുട്ടായി ഇവൻ്റെ ഈ സന്ദേശങ്ങൾ കിട്ടുന്ന ഈ പരിപാടി. കുറെ കഴിഞ്ഞപ്പോൾ വീട്ടുകാർക്ക് മനസ്സിലായി ഇത് വലിയൊരു ഉത്തരവാദിത്തമാണ് ഇവനെ ഏറ്റെടുത്തിരിക്കുന്നത്. അവരും അവനോടൊപ്പം രാവിലെ ഉച്ചയ്ക്കും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഈശോയോട് അവൻ സംസാരിക്കുന്നതും കണ്ടു. ഇങ്ങനെ സംസാരിക്കാത്ത സമയത്ത് അവൻ പാട്ട് പാടിക്കൊണ്ടിരുന്നു. അവൻ എപ്പോഴും ആലപിച്ചിരുന്നൊരു ഗാനമുണ്ട്, നമുക്കത് വായിക്കാം. ഞാൻ നിനക്കൊരു പുതിയ നിയമമേകുന്നു, സ്നേഹിക്കൂ സ്നേഹിക്കൂ എന്ന നിയമം. എൻ പ്രിയ നാഥ, ഞാനങ്ങയെ പിന്തുടരുന്നു. എൻ ജീവിതകാലം അത്രയും ഞാൻ നിന്നെ സ്തുതിക്കും. പാപികളോട് കൂട്ടുചേരാത്തവൻ ഭാഗ്യവാൻ, മറ്റുള്ളവരെ പരിഹസിക്കുന്നവനോട് ചേരാത്തവൻ ഭാഗ്യവാൻ. ഞാൻ നിനക്കൊരു പുതിയ നിയമമേകുന്നു, സ്നേഹിക്കൂ സ്നേഹിക്കൂ എന്ന നിയമം. എൻ പ്രിയനാഥ, ഞാനങ്ങയെ പിന്തുടരുന്നു. എൻ ജീവിതകാലം അത്രയും ഞാൻ അങ്ങയെ സ്തുതിക്കും. ഇത് ഓർക്കണം, ഇത് കവിത എഴുതുന്ന ഒരു വലിയ പണ്ഡിതനൊന്നുമല്ല ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത്. സ്കൂളിൻ്റെ പടി കണ്ടിട്ടില്ല, ABCD അക്ഷരമാല അറിയില്ല, അങ്ങനെ ഒരു പയ്യനാണ് ഈ പാട്ട് പാടുന്നത്. ഈ സഹദേശ വീട്ടിലുള്ളപ്പോൾ അവരോട് പറയും, എപ്പോഴും ജോലി ചെയ്യുന്ന പരിപാടി അവസാനിപ്പിക്കുക, നമ്മുടെ ആത്മാവിനെ കുറിച്ചും നിത്യജീവനെക്കുറിച്ചും ചിന്തിക്കുക. നിത്യജീവനേക്കാൾ വലുതായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തണം. എപ്പോഴെപ്പോഴും ഈ ജോലി ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കാതെ മാത്രമല്ല നമ്മുടെ ജോലി. ഇതൊക്കെ സഹദേശ പറയാൻ തുടങ്ങി. പണ്ട് ഇവൻ ഇങ്ങനെയായിരുന്നു, ഇപ്പം ഇവൻ ഇങ്ങനെ പറയാൻ തുടങ്ങി. പറഞ്ഞ്, ഈ ലോകത്തിലെ സമ്പത്ത് കണ്ട് നിങ്ങൾ പ്രലോഭനത്തിന് അടിമകളാകരുത്. ഇതെല്ലാം കടന്നു പോകും, ഭൂമിയും അതിലെ സകലതും നശിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടോ അതിൽ സംതൃപ്തരാവുക. പ്രാർത്ഥിക്കാൻ ലഭിക്കുന്ന സമയത്തിന് നന്ദി പറയുക. ജീവിതം തുടരെ തുടരെ നവീകരിക്കുക. പ്രിയ കൂട്ടുകാരെ, ഇതാണ് അവിടുത്തെ മറ്റൊരു വലിയ സന്ദേശം. ഇതെല്ലാം കടന്നു പോകും, ഭൂമിയും അതിലെ സകലതും നശിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടോ അതിൽ സംതൃപ്തരായിരിക്കുക. പ്രാർത്ഥിക്കാൻ ലഭിക്കുന്ന സമയത്തിന് നന്ദി പറയുക. ജീവിതം തുടരെ തുടരെ നവീകരിക്കുക. അങ്ങനെ ഇത് കേട്ട് കുടുംബക്കാരും ഇവൻ പറയുന്നത് വിശ്വസിക്കാനായിട്ട് തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശുവിൻ്റെ ആദ്യ ദർശനം ലഭിച്ച 1 വർഷമായപ്പോൾ സഹദേശ മാമോദിസ സ്വീകരിച്ചു. അവനെ പിന്തുടർന്ന് കുടുംബം മുഴുവനും മാമോദിസ സ്വീകരിച്ചു. അങ്ങനെ എല്ലാവരും കത്തോലിക്ക വിശ്വാസത്തിലായി. ഇവരെയൊക്കെ അങ്ങനെ മാനസാന്തരപ്പെടുത്തിയതിന് ശേഷം ലോകത്തെ മുഴുവൻ മാനസാന്തരപ്പെടുത്താനും ഹൃദയങ്ങളെ നവീകരിക്കാനുമായിട്ട് സഹദേശ യാത്രയായി. പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ നമ്മൾ 92ാമത്തെ പേജിലാണ് നിൽക്കുന്നത്. 200 പേജാണ് ഇതിലുള്ളത്. ഇനി ഏകദേശം 100 പേജേ ഉള്ളൂ. അത് 2-3 ദിവസം കൊണ്ട് പറഞ്ഞു കഴിക്കാം. അപ്പോൾ ഈ പുസ്തകം വായിച്ചു തീർക്കും. നമുക്ക് ഇന്ന് ചിന്തിക്കാം, ഇനി മുതൽ ചിന്തിക്കാം. ക്രിസ്തുമസിന് ഉണ്ണീശോ പിറക്കാനായി ആഗ്രഹിക്കുമ്പോൾ എന്താണ് ഈശോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ഇതുവരെ നീ ജീവിച്ചു വന്ന ശരീരം മാറി ഈശോയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കണം. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ നോട്ടം, നമ്മുടെ ഭാവനകൾ എല്ലാം ഈശോയ്ക്ക് ഇഷ്ടമുള്ളതാണോ എന്ന് ചിന്തിക്കാനായിട്ടുള്ള വരം നൽകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതൊരു സ്വർഗത്തിൽ നിന്നുള്ള കൃപ കിട്ടണം. എന്നാലേ നമ്മുടെ വാക്കുകളെ നിയന്ത്രിക്കാൻ കഴിയും. ഒരാളെയും കുറ്റപ്പെടുത്തരുതെന്നാണ് ഈശോ പറഞ്ഞേക്കണേ. നമുക്ക് സാധിക്കുമോ? മനുഷ്യർ വേണ്ടാത്തത് ചെയ്യുമ്പോൾ നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കില്ലേ? അപ്പോൾ നമ്മുടെ ഹൃദയം ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതാവും എന്നാണ് പറയുന്നത്. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ പറയണം. മറ്റുള്ളവർക്ക് ബോധ്യം കൊടുക്കേണ്ടിടത്ത് ബോധ്യങ്ങൾ കൊടുക്കണം. ഇല്ലെങ്കിൽ അവരൊക്കെ ചതിയിൽ പെട്ടുപോവില്ലേ? പിന്നെ തെറ്റ് ചെയ്താലും നമ്മൾ ഒന്നും പറയാതായിരിക്കുമ്പോൾ അത് തെറ്റാണെന്ന് വിചാരിക്കില്ലേ? പക്ഷെ നമ്മുടെ തിരുത്തലുകൾ പോലും ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ആയിരിക്കണം എന്നാണ് പറയുക. പ്രിയ കൂട്ടുകാരെ, ഞാനിത് കേട്ടിട്ട് ഞാൻ കുറേയേറെ ശ്രമിക്കുന്നുണ്ട് നല്ലവളാകാനും പാവമില്ലാതെ ജീവിക്കാനുമൊക്കെ. അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും സംസാരിക്കുമ്പോൾ ഇത് ഈശോയ്ക്ക് ഇഷ്ടമുണ്ടാവുമോ, ഇങ്ങനെയാണോ ഈശോ ആഗ്രഹിക്കുന്നത് എന്നൊന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റിയാൽ മതി. പിന്നെ നമ്മൾ വലിയ സംസാരമൊന്നും സംസാരിക്കില്ല. പക്ഷേ നമ്മൾ മാനസികമായ രീതിയിൽ പലതും പറഞ്ഞു പോകും. നമുക്ക് ഈശോയുടെ മാപ്പ് ചോദിക്കാം. മാപ്പാകണമേ, കരുണ കാണിക്കണമേ. ഈശോയുടെ തിരുമുറിവുകളോട് ചേർത്ത് പിതാവിന് നമുക്ക് സമർപ്പിക്കാം നമ്മുടെ ബലഹീനതകൾ. നമുക്ക് പിതാവിന് പറയാം, ഉണ്ണീശോ പിറക്കണേക്കാൾ മുമ്പ് ഞങ്ങളുടെ ഹൃദയം ഒന്ന് നവീകരിക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റണേ. മാത്രമല്ല, ഈ ലോകം കടന്നു പോകും. ഇനി കൂടുതലൊന്നും ചിന്തിക്കാതെ ഉള്ള സമയം പ്രാർത്ഥിച്ചും സഹിച്ചും
മറ്റുള്ളവർക്ക് വേണ്ടി ഫാത്തിമായിലൊക്കെ അമ്മ പറയുന്നത് പോലെ പ്രാർത്ഥിച്ചിരിക്കാൻ, മറ്റുള്ള ആത്മാക്കളെ നേടാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പറയാം. അത് വിചാരിച്ച് ലോകാവസാനം എടുത്തു ഇനി ഒന്നും ചെയ്യണ്ട, സുഖമായിട്ടിരിക്കുക, അതല്ല പറയുന്നത്. അവരവരുടെ ഡ്യൂട്ടികൾ അവരവർ ചെയ്യുമ്പോഴും ഹൃദയങ്ങൾ നന്നായിരിക്കണം. ഹൃദയത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളും നമ്മൾ ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളും കൽപ്പനകൾ പാലിക്കണം. വിശുദ്ധ കൂദാശകളിലൂടെ കടന്നു പോകണം. ഹൃദയങ്ങളെ നവീകരിക്കണം. ഇല്ലെങ്കിൽ വലിയ വിപത്ത് വരുമെന്നാണ് പറയുന്നത്. ഇത് സെഗദേശയ്ക്ക് കൊടുത്ത നിങ്ങളുടെ രാജ്യം സ്നേഹിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ രക്തപ്പുഴ ഒഴുകുമെന്ന് പരിശുദ്ധ അമ്മയും പറഞ്ഞു, ഈശോയും പറഞ്ഞു. അതാണ് 1994 അവർ കണ്ടത്. അതോടുകൂടി ജനത്തിന് മനസ്സിലായി ഈ സന്ദേശങ്ങൾ വെറുതെ പറയുന്ന ഭ്രാന്തൻ സന്ദേശങ്ങളല്ല എന്ന്. റുവാണ്ടയിലെ ജനങ്ങൾ മാനസാന്തരപ്പെടാൻ തുടങ്ങി. പ്രിയ കൂട്ടുകാരെ, നമുക്കും ഈശോയോട് കരഞ്ഞു പ്രാർത്ഥിക്കാം. ഞങ്ങളെയൊക്കെ ഒന്ന് നവീകരിക്കണമേ. എന്താ ചെയ്യാം, മനുഷ്യരായി ജനിച്ചു പോയി. നമുക്ക് മനുഷ്യൻ്റേതായിട്ടുള്ള പല ചപലതകളുമുണ്ട്. ഈശോയോട് പറയാം നമുക്ക്, ഈശോ നിൻ്റെ തിരുമുറിവുകളിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്, ഞങ്ങളെ ഒന്ന് മാറ്റിയെടുക്കണമേ എന്ന്. അങ്ങനെ ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ണീശോ പിറക്കാൻ ഇടവരുത്തണമേ എന്ന് ഈശോയും മാതാവും നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.